ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. 1989-90 കാലയളവിൽ നിറമരുതൂർ ഹൈസ്കൂളിൽ നിന്നും പണിയിറങ്ങിയ മഴവില്ല് കൂട്ടായ്മയുടെ മൂന്നാമത്തെ ഇഫ്താർ സംഗമവും അനുസ്മരണ യോഗവും പൂക്കയിൽ സിറ്റി പാർക്ക് ഹോട്ടലിൽ സംഘടിപ്പിച്ചു. ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഴവില്ല് കൂട്ടായ്മയുടെ ഖത്തർ പ്രതിനിധി അബ്ദുൽ ലത്തീഫ് സംസാരിച്ചു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായി ഉണ്ടാവേണ്ട കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തുടക്കം കുറിച്ച ഒരു കൂട്ടായ്മയാണ് മഴവില്ല് കൂട്ടായ്മ. തീർത്തും തൻ്റെ സഹപാഠികൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്കൊരു കൈത്താങ്ങായിക്കൊണ്ടാണ് മഴവില്ല് കൂട്ടായ്മ രൂപീകരണം തൊട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും അതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രവർത്തനമെന്നും ഇത്തരം പ്രവർത്തനങ്ങളുമായി ഈ കൂട്ടായ്മയ്ക്ക് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ എന്നും അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. ഈ ഒരു കാലയളവിൽ മൺമറഞ്ഞുപോയ 40ഓളം സഹപാഠികളെ അനുസ്മരിച്ചുകൊണ്ട് മഴവില്ല് കൂട്ടായ്മയുടെ ചെയർമാൻ നജീബ് തിരൂർ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ഇത്തരം അവസരങ്ങളിൽ നമ്മളിൽ നിന്നും വിട പറഞ്ഞവരെ നമുക്ക് ഓർക്കാതെ പോകാൻ കഴിയില്ല എന്നും മരണപ്പെട്ട സഹപാഠികളുടെ കുടുംബവുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. 4 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഈ കൂട്ടായ്മയ്ക്ക് പ്രയാസം അനുഭവിക്കുന്ന തന്റെ സഹപാഠികൾക്ക് വേണ്ടി 6 ലക്ഷം രൂപയോളം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞുവെന്നും ചെയർമാൻ സൂചിപ്പിച്ചു. മുഹമ്മദ് ബഷീർ, മുഹമ്മദ് ഷംസീർ, റഹീസ് പഞ്ചാബി, സുഗുണൻ കാവുങ്ങൽ, മുഹമ്മദ് ഷാഫി, മുനീറ വി പി, സുലൈഖ ആർ, സക്കീന എന്നിവർ സംസാരിച്ചു. കൺവീനർ മുസാഫർ അഹമ്മദ് സ്വാഗതം, വൈസ് ചെയർപേഴ്സൺ സമീറ പൊന്നാനി നന്ദിയും പറഞ്ഞു. സക്കീർ ഹുസൈൻ, റംല കെ, സരസ്വതി, അബ്ബാസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.